ഹലോ, കുഞ്ഞുങ്ങളൊക്കെ സുഖായിരിക്കുന്നോ? എന്റെ പേര് ഹന്ന. എന്നെ ഇപ്പോ അറിയുന്നത് ഇസ്രായേലിലെ വലിയ പ്രവാചകനായ സാമുവേലിന്റെ അമ്മയായിട്ടാണ്. പക്ഷേ ആ സന്തോഷത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ഞാൻ നടന്നു വന്ന വഴികൾ അത്ര എളുപ്പമായിരുന്നില്ല. എനിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അന്നത്തെ കാലത്ത് അത് ദൈവത്തിന്റെ ശാപമയാണ് ആളുകൾ കണ്ടിരുന്നത്. എന്റെ ഭർത്താവ് എൽക്കാന എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. കുഞ്ഞുങ്ങളില്ല എന്നതിനേക്കാളും എന്നെ തളർത്തിയത് കൂടെയുള്ളവരുടെ പരിഹാസങ്ങളായിരുന്നു. ഞാൻ കരഞ്ഞുകൊണ്ട് തള്ളി നീക്കിയ ദിവസങ്ങൾ നിരവധിയാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ലോകത്തിലുള്ള എല്ലാവർക്കും എന്റെ സങ്കടങ്ങൾ കേൾക്കാനേ പറ്റുള്ളൂ. എന്നാൽ എന്റെ സങ്കടങ്ങളെ അനുഗ്രഹമാക്കാൻ എന്റെ ദൈവത്തിനെ സാധിക്കൂവെന്ന്. ഞാൻ ദേവാലയത്തിലേക്ക് ഓടി. ഷിലോയിലെ ദൈവാലയത്തിൽ വെച്ച് ഞാൻ അലമുറയിട്ട് ഒരു ഭ്രാന്തിയെ പോലെ കരഞ്ഞു പ്രാർത്ഥിച്ചു. സാമുവേലിന്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യം. കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല, കർത്താവല്ലാതെ മറ്റാരുമില്ല. നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ ഒരു ആശ്രയമില്ല. അവിടെ ഉണ്ടായിരുന്ന പുരോഹിതനായ ഏലി വിചാരിച്ചത് ഞാൻ മദ്യപിച്ചിട്ടുണ്ടെന്നാണ്. അദ്ദേഹം വന്ന് എന്നെ തലങ്ങും വിലങ്ങും ചീത്ത പറഞ്ഞു. എന്നാൽ എന്റെ ജീവിതാവസ്ഥ മനസ്സിലാക്കിയ അദ്ദേഹം എന്നെ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു. പിന്നീട് നടന്നത് അത്ഭുതമായിരുന്നു. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. എനിക്കൊരു മകൻ ജനിച്ചു. അവന് ഞാൻ സാമുവേൽ എന്ന് പേരിട്ടു. ദൈവത്തോട് ചോദിച്ചു വാങ്ങിയവൻമോ എന്നാണ് അതിന്റെ അർത്ഥം. കുഞ്ഞുങ്ങളെ, ഒരു കാര്യം, പരിഹാസങ്ങളും ട്രോളുകളും കുത്തുവാക്കുകളുമാണ് ലൈഫിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ്. അത് ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത് ബാറിലോ മൊബൈലിലോ ഗെയിമുകളിലോ മറ്റുള്ളവരുടെ നെഞ്ചത്തോ അല്ല, ദൈവാലയത്തിലാണ്, ഈശോയുടെ മുമ്പിലാണ്. പിന്നെ നിനക്ക് ആ കുറവിനെ ഓർത്ത് കരയേണ്ടി വരില്ല. കുറവ് ദൈവം ഡിലീറ്റ് ചെയ്ത് കളയുമെന്നല്ല, ആ മുറിവിന് പിന്നിലെ ദൈവത്തിന്റെ സ്വപ്നം ദൈവം നിനക്ക് വെളിപ്പെടുത്തും.